ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ച് ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. കൂടെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ. നമ്മൾ ഇന്നത്തെ ഫുൾ വിശേഷം രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, വിശേഷം ലേറ്റ് ആയാണ് വന്നത്. അപ്പൊ അതുകൊണ്ടാണ് വിശേഷം ഇടാതിരുന്നത്. അപ്പൊ ഒത്തിരി കാര്യങ്ങളൊന്നും ഇന്ന് സംഭവിച്ചിട്ടില്ല. നമ്മുടെ രാജീവൻ വന്നു, സംസാരിച്ചു. അപക കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ പ്രമോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ രാജീവൻ വന്നു, അമ്പിലും വില്ലിലും അടുക്കില്ല നമ്മുടെ ബാലചന്ദ്രന്റേതായ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകണം. അപ്പൊ ഇന്നത്തെ അവസാന സീൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ അലീന വീണ്ടും കോളനിയിലേക്ക് പോവുകയാണ്. ശരണേനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പൊ ബാലചന്ദ്രനോട് ഒരു ചെറിയ അനുവാദം ഒക്കെ ചോദിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അനുവാദം ചോദിക്കാതെ ഒന്നും അല്ല. ബാലചന്ദ്രൻ ചോദിച്ചു, നിനക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇതിന് വലിയ തെറ്റൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ നല്ലതല്ലാത്തത്? ആ കോളനി പോകുന്നതോ അവരോട് സംസാരിക്കുന്നതോ അത് ചീത്തയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പം, നിനക്കത് നല്ലതാണെന്ന് തോന്നുവാണ്, അല്ലാതെ നിനക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നീ ചെയ്യുക അലീന. നീ ഇത്രയും നാളും അതൊക്കെ തന്നെയല്ലേ ചെയ്ത് ശീലിച്ചത്. അപ്പൊ നിനക്ക് നല്ലതാണെന്ന് തോന്നുന്നത് നീ ചെയ്യുക. നിന്നെ എതിർക്കാൻ ഞാൻ ആളല്ല എന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ സംസാരിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് ചോദിച്ചു, പോണോ ചേച്ചിന്ന്. അപ്പം നമ്മുടെ അലീന പറഞ്ഞു, പോണം, പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നേരെ വിട്ടടിച്ച് കോളനിയിലേക്കാണ് വിട്ടടിച്ച് പോയേക്കുന്നത്. ഇതേ സമയമാണ് നമ്മുടെ വൈജയനെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. വൈജയ്ക്കാണെങ്കിൽ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നില്ലല്ലോ, ചെന്ന് കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല ബാലചന്ദ്രൻ നമ്മുടെ വൈജയോട്. പക്ഷെ ബാലചന്ദ്രൻ ജയിലിൽ പോയിട്ട് നമ്മുടെ രോഹിത്തിനെ കണ്ടു. രോഹിത് അപ്പം ഈ വക കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതായത് എനിക്ക് ആരെയും കാണണ്ട, എന്നെ ആരും രക്ഷിക്കണ്ട, ഞാൻ ഈ ജയിലിൽ കിടന്ന് ചത്തോളാം എന്ന് തന്നെയാണ് രോഹിത് പറഞ്ഞത് എന്ന് നമ്മുടെ കമല വിളിച്ച് പറയുന്നുണ്ട് വൈജയോട്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വൈജയാണെങ്കിലും അല്ലെങ്കിലും അയാൾക്ക് കിട്ടാനിരുന്ന കിട്ടിയില്ലോ. എന്റെ മോനെ ഒരു ആശ്വാസം കൊണ്ട് ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പോലും പറഞ്ഞു കാണത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്റെ മോൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അയാള് ചെന്ന് പേരിന് കണ്ടതായിരിക്കും, അല്ലാതെ എന്റെ മോനോട് അയാൾ സംസാരിക്കുമോ? അയാൾക്ക് എങ്ങനെയെങ്കിലും അലീനയായിട്ട് ജീവിച്ചാൽ മതിയല്ലോ, അലീനയുടെ കൂടെ ആ വീട്ടിൽ കഴിഞ്ഞാൽ മതിയല്ലോ. ആ വീട്ടിൽ ആരില്ലെങ്കിലും അയാൾക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പൊ എന്റെ മോനെ അടിച്ചിറക്കേണ്ട കാര്യമില്ലല്ലോ, ഇനി എന്റെ മോൻ വരത്തില്ലല്ലോ. എനിക്കറിയാം അത് അങ്ങേരുടെ ലക്ഷ്യം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാ അങ്ങേരുടെ ആ ഒരു സ്വഭാവം കാരണമാ അങ്ങേര് എന്തൊക്കെയോ അവിടെ പോയി പറഞ്ഞു കാണും. അതുകൊണ്ടാണ് എന്റെ മോൻ വേദനിച്ചത്. ഈ ഒരു അവസരത്തിൽ അങ്ങനെയാണോ കമലയെടുത്തി പറയേണ്ടത്? ശിവേട്ടൻ അങ്ങനെയാണോ ഹരിയോട് സംസാരിക്കുന്നത്? അല്ലല്ലോ. ശിവേട്ടൻ എന്താ താങ്ങാകണം, തണലാകണം. അങ്ങനെയല്ലേ നമ്മൾ നിൽക്കേണ്ടത്. അവന് കരുത്ത് കൊടുക്കല്ലേ ചെയ്യേണ്ടത്. അവനെ എങ്ങനെയെങ്കിലും വെളിയിൽ ഇറക്കിക്കൊണ്ട് വരാമെന്ന് പറയല്ലേ ചെയ്യേണ്ടത്. ശിവേട്ടൻ അങ്ങനെയല്ലേ ചെയ്യുന്നത്. പക്ഷെ അങ്ങേര് അങ്ങനെ ചെയ്യത്തില്ല. അങ്ങേരെ എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങേര് എന്റെ മോനെ അവിടെ ഇട്ട് ഉരുക്കി കാണും, അവിടെ എല്ലാവരുടെയും മുമ്പിലിട്ട് നാണം കെടുത്തി കാണും. അതുകൊണ്ടാണ് എന്റെ പാപം മോൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്ത് ചെയ്യാനാ, ഓരോന്ന് വന്ന് കാലെടുത്ത് കുത്തി ഇതൊക്കെയല്ലേ സംഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കമലയും പറഞ്ഞു, അതൊക്കെ ശരിയാ വൈജയ് നീ പറയുന്നത്. പക്ഷെ ഈ കാര്യം നീ ഒന്ന് ചിന്തിക്കണം. ഡിവോഴ്സുമായിട്ട് നീ മുന്നോട്ടേക്ക് പോകരുത്. അതാ എനിക്കും പറയാനുള്ളത്. എന്തിനാ വെറുതെ കുടുംബം കുട്ടിച്ചോറാക്കുന്നത്? അലീനയോടുള്ള ഒരു വാശിക്ക് നീ എടുത്തു ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ നിന്ന് കേറാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല വൈജയ് എന്ന് പറഞ്ഞപ്പോ, കമലയുടെ ഇനി കൂടുതൽ കസർത്തിനൊന്നും വരണ്ട എന്റെ അടുത്ത്. കമലയുടെ മിണ്ടാതിരിക്കുക. എനിക്കിപ്പം വേറെ ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത്, എനിക്ക് എന്റെ മോനെ ഇനിയിപ്പോ എങ്ങനെയും ഇറക്കണം, എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി സമാധാനത്തോടു കൂടി, എന്റെ കൂടെ മക്കള് വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി, ഞാൻ സമാധാനത്തോടു കൂടി ഞാൻ സംസാരിച്ചോളാം എന്നല്ല, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. വേറെ ആരും എന്റെ മോനെ രക്ഷിക്കാൻ ഇനി നോക്കണ്ട. അങ്ങേര് എന്റെ മോനെ ഇനി കാണാന് അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നത് നല്ലത്. ഇനി അങ്ങേര് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൊച്ചു വല്ല കടുങ്കൈയും ചെയ്ത് കളയും. കമലയെടുത്ത് വെച്ച ഞാൻ വക്കീലിനെ കണ്ട് ഞാൻ സംസാരിച്ചെല്ലാം ഏർപ്പാടാക്കിക്കോളാം. അവള് ഉണ്ടല്ലോ അലീന, അവള് പറയുന്നതും കേട്ടോട്ടെ, അങ്ങേര് അവിടെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കുറെ അങ്ങ് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ കമലയും കൂടി കേട്ടോ. കമലയും കൂടി. അല്ലെങ്കിലും അങ്ങനെ ആയിരിക്കൂല ബാലചന്ദ്രൻ പോയി സംസാരിക്കുന്നത്. ബാലചന്ദ്രൻ എപ്പോഴും ബാലചന്ദ്രന്റേതായ അഭിപ്രായങ്ങളുണ്ടല്ലോ. അവള് പറയുന്നത് ശരണ്യയുടെ കൂടെ നിക്കണം എന്ന് തന്നെ ആയിരിക്കും. അതല്ലേ ബാലചന്ദ്രൻ കേൾക്കത്തുള്ളൂ. ഓരോ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരുമ്പെട്ട് ഇറങ്ങി എന്താ ചെയ്യുക? അവള് എന്തിനാ ആ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് 3-4 ആണുങ്ങളുള്ള സ്ഥലത്തേക്ക് കയറി ചെന്നത്? അപ്പൊ അതുകൊണ്ടൊക്കെയല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത്. എന്നിട്ട് കുറ്റം മുഴുവൻ ആണുങ്ങളുടെ മേത്തും. എങ്ങനെയാണ് കുണം പിടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കമലയും കുറെ കുറ്റമൊക്കെ പറഞ്ഞിട്ട് അവര് രണ്ടുപേരും സംസാരിച്ച ഫോണൊക്കെ കട്ട് ചെയ്യാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ അലീന നേരെ ചെല്ലുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല,
നമ്മുടെ ശരണ്യനെ കാണാനാണ്. അങ്ങനെ ശരണ്യനെ കാണാൻ ചെല്ലുമ്പോൾ അലീന ആദ്യം ചെല്ലുന്നത് നമ്മുടെ ഷാജിയുടെ വീട്ടിലേക്ക് തന്നെയാണല്ലോ. അപ്പൊ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും അലീനയെ കണ്ടത്, ഓ ഒത്തിരി ആയല്ലോ കണ്ടിട്ട്, അലീനെ നീ എന്താ 2-3 ദിവസം വരാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ, 2 ദിവസവും കണ്ട് ചെന്നില്ലല്ലോ, ഇപ്പൊ 2 ദിവസം ചെല്ലാതിരുന്നത് എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ അവിടെ അച്ഛനുണ്ടല്ലോ രോഹിത്തില്ലേ, അതും ആ പ്രതിയെ ഞങ്ങളുടെ വീട്ടിലുള്ള അവന്റെ അടുത്ത് പോയേക്കുമായിരുന്നു, അവനെ പോയി കണ്ടു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്, അവനെ പോയി കണ്ടോ നീ എന്നിങ്ങനെ പെട്ടെന്ന് ചോദിക്കാണ് കേട്ടോ നമ്മുടെ ഷാജിയുടെ അമ്മയും പെങ്ങളും ഒക്കെ കൂടി. അപ്പോഴത്തേക്കും പറഞ്ഞു, ആ പോയി ഞാൻ കണ്ടു, എനിക്ക് അവനോട് പ്രത്യേകിച്ച് എന്താ ഇപ്പൊ ഉള്ളത്, എനിക്ക് അങ്ങനെ ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അവൻ ചെയ്തത് നല്ലതാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഞാൻ ആ വീട്ടിൽ നിൽക്കുന്ന നിലയിൽ എനിക്ക് സാറ് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്റെ അച്ഛൻ വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ അച്ഛന്നാ വിളിക്കുന്നത്, അദ്ദേഹത്തിനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്, അദ്ദേഹം എന്നെ അതുപോലെയാണ് നോക്കുന്നത്. അപ്പൊ പിന്നെ ഞാന് അച്ഛന്റെ കൂടെ പോകണം, കാരണം അച്ഛന് വേറെ ആരുമില്ല, അച്ഛന് ആ ഒരു ആശ്വാസമായിട്ട് ഒരു ആശ്വാസവാക്ക് പറയാന്, അവിടെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പോയി കണ്ടു. അപ്പം എന്താ ആ ചെറുക്കൻ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അവന് അവിടെ നിന്ന് ഇറങ്ങണ്ടെന്നാ പറയുന്നത്, അവന് സ്റ്റേഷനിൽ അവന് സബ് ജയിലിൽ നിന്ന് ഇറങ്ങണ്ട, അവൻ അവിടെ തന്നെ കിടക്കുകയാണ്, അവൻ സബ് ജയിലിൽ തന്നെ കിടന്നാൽ മതി, അവൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവാന്നൊക്കെയാ പറയുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഷാജിയുടെ പെങ്ങള് പറഞ്ഞു, ഓ അവൻ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് അവൻ ഇതൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു, അയ്യോ അവനെ സമ്മതിക്കണമല്ലോ. അല്ല, വേറൊരു പ്രതി, 1-ാം പ്രതി എന്ന് പറയുന്ന ഹരി എന്ന് പറയുന്ന ഒരു ചേട്ടനല്ലേ, ആ ചേട്ടനെ ഞാൻ ഇടയ്ക്ക് ഈ ശരണ്യ ചേച്ചിയുടെ കൂടെ വെച്ച് കണ്ടിട്ടുള്ളതാ, അവിടെയും ഇവിടെയൊക്കെ പോകുമ്പോ, ശരണ്യ ചേച്ചി നല്ല ശരണ്യയുടെ കൂടെ വെച്ച് കണ്ടിട്ടുള്ളതാ, അവിടെ ഇവിടെയൊക്കെ പോകുമ്പോ ഇവര് ചുറ്റിക്കറങ്ങാറുള്ളൂ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമൊന്നും അല്ലെന്നേ. ആ ചേച്ചി ശരണ്യ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെങ്ങാണ്ടൊക്കെ ഉള്ള ഒരു ബന്ധമായത്. ഏതായാലും അന്ന് ഞാൻ കരുതിയത് വലിയ വീട്ടിലെ ചെറുക്കനാണല്ലോ, അതുപോലെ തന്നെ എന്താ ചേച്ചിക്ക് നല്ലൊരു ബന്ധം കിട്ടിയില്ലോ എന്നൊക്കെയാ. പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണോ ഓരോരുത്തർ പറയാൻ തുടങ്ങിയത്, ആ ചേട്ടൻ ശരിയല്ല ശരിയല്ല ശരിയല്ലെന്ന്. അതും ശരണ്യ ചേച്ചിയോട് എല്ലാവരും പറഞ്ഞതാ, അവൻ ശരിയല്ല, അവനെ വിശ്വസിക്കരുത് എന്ന്. എന്നിട്ട് എന്താ, ശരണ്യ ചേച്ചി അതൊന്നും നോക്കിയില്ല. ശരണ്യ ചേച്ചിക്ക് അവന്റെ ജീവനായിരുന്നായിരിക്കാം, ശരണ്യ ചേച്ചി എന്നല്ല കേട്ടോ, സോറി, ശരണ്യ എന്നാണ് പറയുന്നത്, ശരണ്യക്ക് അവന്റെ ജീവനായിരുന്നായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അലീന എന്ന് പറയുമ്പോ ഇനിയിപ്പൊ കഴിഞ്ഞു പോയ കാര്യമല്ലേ, നമുക്ക് അത് ചെകഞ്ഞെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ഞാൻ അപ്പുറത്ത് വരെ ഒന്ന് പോട്ടെ, അല്ല അവിടെ ഉള്ളവരൊക്കെ അലീനയോട് എങ്ങനെയാ പെരുമാറുന്നത്, സ്നേഹത്തോടു കൂടി തന്നെയാണോ എന്ന് ഷാജിയുടെ അമ്മ ചോദിക്കുമ്പോൾ, അതെ അതെ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടം, അതെനിക്ക് തോന്നി, കാരണം ഇപ്പൊ എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഈ കോളനിയിലും എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ കൊച്ചു നീ വന്നതിൽ പിന്നെയാണ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയോ എന്തെങ്കിലും ആഹാരം ഒന്ന് കഴിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. നീ വന്നിട്ട് പോയതിൽ പിന്നെ ആ പെങ്കൊച്ച് ആഹാരം ഒന്നും കഴിച്ചിട്ടില്ലെന്നാ പറയുന്നത് കേട്ടത്. ഏതായാലും കൊച്ചു വെച്ച് താമസിപ്പിക്കേണ്ട, അങ്ങോട്ട് ചെല്ല് എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ അലീന നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഓമനക്കുട്ടനൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഓമനക്കുട്ടൻ ഇപ്പോഴും നമ്മുടെ അലീനയെ പിടിച്ചിട്ടില്ല. ഇപ്പോഴും അലീനയോട് ഒരു സംശയത്തിന്റെ കണ്ണിലൂടെയാണ് കാണുന്നത്. കാരണം സ്വന്തം സഹോദരിയെ ഇങ്ങനെ ആക്കിയ ഒരു വീട്ടിലാണല്ലോ നമ്മുടെ അലീന കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓമനക്കുട്ടനും വല്ലാത്തൊരു നോട്ടത്തോടൊക്കെ കൂടി ഇരിക്കുകയാണ്. അപ്പൊ ഓമനക്കുട്ടൻ ഇങ്ങനെ നോക്കുന്നു, അലീനയെ ശ്രദ്ധിക്കുന്നു. അപ്പൊ അലീനയെ കണ്ടതും നമ്മുടെ ആരാ ശരണ്യയുടെ അമ്മയും അച്ഛനും കൂടെ അകത്തേക്കൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ അങ്ങോട്ട് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഈ അവരുടെ സമുദായത്തിന്റെ ആൾക്കാരും ഒക്കെ ചേർന്ന് നമ്മുടെ അലീനയെ അങ്ങോട്ടേക്ക് വരുത്തരുത്, അലീനയെ ഇനി വരണ്ടാന്ന് പറയണം, അലീന ഇനി ആ കോളനിയിലേക്ക് കയറാൻ പാടില്ല, അങ്ങനെ ആ വീട്ടിൽ നിന്നും ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ആ കോളനിക്ക് അപമാനമാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കുന്നുണ്ട്. അത് ശരണ്യയുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുകയും അച്ഛനോടും അമ്മയോടും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും അവർക്ക് അലീനയെ മാറ്റി നിർത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അലീനയോട് അവര് തന്നെ തുറന്നു പറയുന്നുണ്ട്, മോളെ ഇവിടെ രാഷ്ട്രീയക്കാരും സമുദായക്കാരും ഒക്കെ വരുന്നുണ്ട്, അവരെല്ലാം നീയുമായിട്ട് സഹകരിക്കരുത് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പം, ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് നിങ്ങൾ പറയുകയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ എനിക്ക് ശരണ്യനെ കാണാൻ വേണ്ടി, ഞാൻ വരുമ്പോഴത്തേക്കും അവൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസം അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടൊക്കെ തന്നെയാണ് ശരണ്യയുടെ അമ്മയെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ, മോൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് ഞങ്ങൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല, കാരണം മോള് വന്നതിൽ പിന്നെയാണ് എന്റെ കുഞ്ഞു ആഹാരം ഒന്ന് ചോദിച്ചേരെ കഴിക്കുന്നതും അതുപോലെ തന്നെ എന്റെ കുഞ്ഞൊന്ന് എണീറ്റ് ഒന്ന് വെളിച്ചത്തൊക്കെ ഇരിക്കുന്നതും. വേറെ എത്ര പേര് വന്നാലും എന്റെ കുഞ്ഞങ്ങനെ ചെയ്യുന്നില്ല, കാരണം ബാക്കിയുള്ളവരെല്ലാം എന്റെ കുഞ്ഞ് പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അലീന വരുമ്പോൾ അവളുടെ മുഖത്തുണ്ടാകുന്ന ആ ഐശ്വര്യവും അതുപോലെ അലീന പോകുമ്പോൾ എന്റെ കുഞ്ഞിനുണ്ടാകുന്ന വിഷമം എന്താണെന്നൊക്കെ
വളരെയധികം നന്നായിട്ട് അറിയാവുന്നവരാണ് ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് മോളെ ഒരിക്കലും ഇവിടുന്ന് പറഞ്ഞയക്കില്ല ഞങ്ങള്, ബാക്കിയുള്ളവരെ പറഞ്ഞ് എങ്ങനെയെങ്കിലും മനസ്സിലാക്കിപ്പിച്ചോളാം, എന്നാ പിന്നെ ഞാൻ അവളെ ഒന്ന് കയറി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോ വീണ്ടും ആ ഒരു ഇരുട്ടുമുറിയിൽ തന്നെ കിടക്കുന്ന നമ്മുടെ ശരണ്യ അലീനയുടെ ശബ്ദം കേൾക്കുന്ന പാടെ പെട്ടെന്ന് ചാടി എണീക്കാണ് കേട്ടോ. അലീന ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചൊരു കരച്ചില. അതായത് ആ ദിവസങ്ങളിലൊക്കെ മനസ്സിൽ ഒതുക്കി വെച്ച വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം അലീനയെ കണ്ടത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കിടന്ന് കരയാണ് കേട്ടോ. അപ്പൊ അലീന പോട്ടടാ പോട്ടടാ, സാരമില്ലടാ പോട്ടടാ, എന്നാടാ നീ കരയുന്നത്, ഞാൻ ഇങ്ങ് വന്നില്ലേടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അലീന. അപ്പോഴത്തേക്കും ചേച്ചി ചേച്ചി എന്താ ചേച്ചി വരാതിരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശരണി ഇങ്ങനെ പൊട്ടിക്കരയുന്നത്. അപ്പോഴേക്കും നമ്മുടെ ശരണ്യയുടെ അമ്മ പറഞ്ഞു, അവൾ ഒന്നും കഴിച്ചിട്ടില്ല മോളെ ഇതുവരെ, മോൾ അന്ന് കൊടുത്തില്ലേ അതാ അവള് കഴിച്ചത്, പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ സ്പൂണും കൊണ്ട് കോരി കൊടുക്കുക ചെയ്ത്, അവൾ ഈ കട്ടിലിൽ നിന്ന് എണീറ്റിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, എന്താ ശരണ്യ ഇത്, എന്താ മോളെ നീ ഇങ്ങനെ കാണിക്കുന്നേ, നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്ത് വിഷമം ഉണ്ടെന്ന് അറിയാമോ, നീ ഇങ്ങനെ കഴിക്കാതിരിക്കുന്നത് ശരിയാണോ, നീ എന്തിനാ ആഹാരം കഴിക്കാതിരിക്കുന്നേ, നീ നിന്റെ ശരീരത്തിനോട് തന്നെ കാണിക്കുന്നതല്ലേ ഇതൊക്കെ, നിന്റെ ശരീരത്തിനോട് നിന്നോട് സ്നേഹം നിനക്കുണ്ടെങ്കിൽ നീ ഇതൊക്കെ കഴിക്കത്തില്ലേ, നീ കഴിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ശരീരമാ പോകുന്നത്, അത് കാണുമ്പോൾ നിന്റെ അച്ഛനും അമ്മയ്ക്കും അല്ലേ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, നീ ആരോടെ ഈ വാശി കാണിക്കുന്നത്, നിന്റെ ശരീരത്തെ നീ സ്നേഹിക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരണി പറയുന്നുണ്ട്, എനിക്ക് ഈ ശരീരം വേണ്ട അലീന ചേച്ചി, ഇനി എന്റെ ഈ ശരീരം കൊണ്ട് ഇനി ഒരു പ്രയോജനവും ഇല്ല, എനിക്ക് എന്നെ അവന്മാരെല്ലാവരും കൂടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അങ്ങനെയൊന്നും പറയല്ല, മോളുടെ ശരീരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, മോൾ എങ്ങനെയായിരുന്നോ പണ്ടിരുന്നത് അതുപോലെ തന്നെയാ മോൾ ഇരിക്കുന്നത്, മോക്ക് എന്താ സംശയം ഉണ്ടോ, മോളുടെ ശരീരത്തിന് എന്താ സംഭവിച്ചതെന്ന് മോക്ക് സംശയം ഉണ്ടെങ്കിൽ മോൾ ഒരു കാര്യം ചെയ്യുക, മോളുടെ ശരീരത്തിനോട് തന്നെ ചോദിക്കും, മോളൊരു കണ്ണാടി പോയി ശരീരത്തിൽ നോക്കി, മോളുടെ ശരീരത്തിന് വേറെ പ്രശ്നങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല, മോള് പഴയ നോർമലായ അവസ്ഥയിൽ തന്നെയാണുള്ളത്. പിന്നെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയും, ആൾക്കാർ പലതും പറയും, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഒരു കുടത്തിന്റെ വായ അല്ലെങ്കിൽ 1000 കുടത്തിന്റെ വായൊക്കെ മൂടി കെട്ടി വെക്കാനായിട്ട് പറ്റും, പക്ഷെ ഒരിക്കലും നമുക്കൊരു മനുഷ്യന്റെ വാ മൂടിക്കെട്ടാൻ പറ്റത്തില്ല മോളെ, മനുഷ്യന്മാർ അങ്ങനെയാ, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അതൊക്കെ ഓർത്തിട്ട് സങ്കടപ്പെടാൻ നിന്നാൽ അതിനല്ലേ സമയം ഉണ്ടാകത്തുള്ളൂ, നമുക്ക് ഇനി എന്താ സമയമുള്ളത്, നമുക്ക് പഠിക്കണ്ടേ, നമുക്ക് പഠിക്കണം, ജോലി കിട്ടണം, ഇവന്മാരുടെയൊക്കെ മുമ്പിൽ നമുക്ക് ജീവിച്ച് കാണിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരണ്യയുടെ കണ്ണിൽ എന്തൊക്കെയോ വരും. അപ്പം ശരണ്യയോട് തന്നെ പറയുന്നുണ്ട്, മോൾ ഇവിടെ ഇരുന്നാ പോരാ, നമുക്ക് എന്താ പുറത്തിറങ്ങിയ കുഴപ്പം, ഈ റൂമിൽ മാത്രം മോൾ ഇരിക്കരുത്, ബാ പുറത്തിറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന അവളുടെ കൈ പിടിച്ച് അവളുടെ തലമുടിയൊക്കെ കെട്ടി ഒതുക്കി വെച്ചിട്ട് അന്ന് അലീന മുറ്റത്തേക്ക് ഇറക്കാണ് കേട്ടോ. ആ കുട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ് പിന്നെ അത് എന്താ പറയുക, പുറം ലോകം കണ്ടിട്ടില്ല, ആ മുറിക്കകത്ത് ആ ഇരുട്ടിനകത്ത് തന്നെ കിടന്ന നമ്മുടെ ശരണ്യനെ വെളിയിലേക്ക് ഇറക്കിക്കൊണ്ട് വരും. അപ്പൊ ആദ്യമൊക്കെ വിസമ്മതിച്ചെങ്കിലും അലീന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാടാ പൊന്നേന്നൊക്കെ വിളിച്ച് എന്താ പറയാ, അലീന അത്രയ്ക്കും എന്തോ ഒരു പ്രത്യേക ഒരു മാജിക് അലീനയുടെ കയ്യിലുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ സംസാരിച്ചിട്ട് പുറത്തിറക്കിക്കൊണ്ട് വരികയും ഇതൊക്കെ കണ്ടിട്ട് ആ അച്ഛന്റെ അമ്മയുടെയും കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. തന്റെ മകളെ തിരിച്ചു കിട്ടുവാണെന്നുള്ളൊരു ബോധം അവർക്കുണ്ട്. നമ്മുടെ ഓമനക്കുട്ടനും ഇതൊക്കെ കണ്ടിട്ട് അതിശയിച്ച് നിൽപ്പുണ്ടേ, കാരണം ഓമനക്കുട്ടനും ഇത് ഭയങ്കര ഒരു അതിശയം തന്നെയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ കട തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും കട തുറന്നു കഴിയുമ്പം ആൾക്കാരുടെ കല്ലേറ് വരുവോ, ആൾക്കാർ എന്ത് ചെയ്യും എന്നൊന്നും അറിയില്ല. ഏതായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ കട തുറക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ഏതായാലും അങ്ങനെ ഇരുന്നാൽ മാത്രം പോരല്ലോ, അപ്പൊ അതുകൊണ്ട് കടയൊക്കെ തുറക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുന്ന ഗോവർദ്ധനും ഒക്കെ കൂടെ ഉണ്ട്. അപ്പം കട ഇപ്പം കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു, പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, പിന്നെ ആളുകൾ ഇടയുന്നുണ്ട്, ആളുകൾ ഇടയുന്നില്ലെന്നല്ല, ആളുകൾ ഇടയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കാത്തിരുന്നത് തന്നെ കാണാം എന്തൊക്കെയാണ് ഇനി അങ്ങോട്ടേക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന്. സംഭവ ബഹുലമായ കഥകൾ തന്നെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്. നമ്മുടെ വൈജ ഡിസ്ചാർജ് മേടിച്ച് പുറത്തിറങ്ങുന്നതൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പം ഒരു മാസമായി നമ്മുടെ വൈജ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പം ഡിസ്ചാർജ് ഒക്കെ കിട്ടി വൈജ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകാൻ പോകുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാൻലി ആരാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? സ്റ്റാൻലി നമ്മുടെ അലീനയുടെ അച്ഛനാണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ സ്റ്റാൻലി എന്ന കഥാപാത്രം ആരാണ്, ജീവിച്ചിരിപ്പുണ്ടോ, എല്ലാവരും കൂടി കൊന്നു കളഞ്ഞോ? അപ്പം അതിനൊക്കെ ഒരു എന്താ പറയാ, അതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളാണ് വരാൻ പോകുന്നത്. ലൈക്ക് അടിക്കാൻ മറക്കരുത്.